കിടക്കണ മൂട്. തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാളി നാടിൻ മന്നനെ പിണറായി വിജയൻ. നാടിന്റെ വേണ്ട, നാടിന്റെ മാറിയ കഴിഞ്ഞായിരുന്നു, അത് കഴിഞ്ഞു. CPM-ന്റെ അജയൻ, അങ്ങനെയാണോ? പരാജയൻ. നിങ്ങൾ അങ്ങനെ സമ്മതിച്ചു? വന്നു അല്ല, സമ്മതിക്കണമല്ലോ. പാർട്ടിനെ കൊണ്ട് തോപ്പിച്ചിട്ട് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നു. ഇപ്പൊ ലിറിക്സ് മൊത്തം മാറ്റേണ്ട അവസ്ഥയാണല്ലോ നിങ്ങൾക്കിത്. മലയാള നാടിൻ മന്നൻ എന്നൊക്കെ മാറ്റേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം VD സതീശന്റെ പാട്ട് നിങ്ങൾ കേട്ടായിരുന്നോ? വീടി വീടി ഇടിമിന്നൽ ഇന്ന് തടയിട്ടവനാ വീടി വീടി നെടുനായകനാന്നൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾ ഇടുമ്പോൾ ബർമൂട, അവരിടുമ്പോ വള്ളിക്കളസം ഒന്നായിരുന്നില്ലേ? 5 വർഷം ഇനി അവര് ബർമൂട ഇടട്ടെ, നിങ്ങൾ വള്ളിക്കളസം ഇട്. അടി തീർന്നോ? ആരുടെ? അടി തീർന്നോ? പ്രതിപക്ഷ നേതാവിന്റെ അടി തീർന്നോ? അതിലേക്ക് വരാം, നമുക്ക് അതിലേക്കാണ് വരേണ്ടത്. വകുപ്പ് വേണം, മുസ്ലിം ലീഗിന് 5 വേണം. ഞാൻ പറയാം, മുസ്ലിം ലീഗിന്റെ 5 കൊടുത്തിട്ടുണ്ട്. 5 കൊടുത്തു, അവർ 5 കൊടുത്തു. നമ്മൾ ഉദ്ദേശിച്ചതിന്റെ അത്രയും മന്ത്രിമാർക്ക് വേണ്ടിയുള്ള അടി നടക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. തെരുവിലേക്ക് ഇറങ്ങിയ ഒരു അടി നടക്കുന്നില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആയിരുന്നു അടി. പക്ഷെ അങ്ങ് PB-യിൽ അങ്ങ് മോങ്ങലായിരുന്നെന്നാണല്ലോ നമ്മൾ അറിയുന്നത്. PB-യിൽ എനിക്ക് പ്രതിപക്ഷ കസേര വേണം, എനിക്ക് പ്രതിപക്ഷ, ഇത് ഏതാണ്ടിലും മറ്റേ കിൻഡർ ജോയി ഒക്കെ ചോദിക്കുന്ന പോലെ എന്തുവാടോ ഇത്? കിൻഡർ ജോയി വിജയൻ എന്ന് വരെ ഇപ്പൊ നാട്ടുകാർ പരിഹസിക്കാം. 10 പേര് പിന്തുണച്ചു, അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവാക്കണമല്ലോ. 7 പേര് എതിർത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 10 പേര് പിന്തുണച്ചു, 10 പേര് പിന്തുണച്ച് 7 പേര് എതിർത്തു. അപ്പൊ പിന്നെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവാക്കി. ആകെ പങ്കെടുത്തത് 17 പേര്. കോമഡി അതല്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി ആര്? പിണറായി വിജയൻ തന്നെ. നമ്മൾ ഈ ഹൈക്കമാൻഡിന്റെ കാര്യം പറയത്തില്ലേ? അതായത് പിങ്കിമോൾ, പപ്പുമോൻ, മറ്റേ സോണിയാഗാന്ധി എന്ന് പറയുന്ന പോലെ ഹൈക്കമാൻഡ്. അതുപോലെയാണ് നിങ്ങളുടെ PB പിണറായി വിജയൻ. വിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അത് തന്നെ. 17 പേരുണ്ടായിരുന്നു, അതിൽ 10 പേര് സപ്പോർട്ട് ചെയ്ത്. അത് തന്നെ. അതായത് പിണറായി അങ്ങോട്ട് എഴുന്നേറ്റ് ചെയ്തിട്ട് മറ്റേ വാസുണ്ണനെ പോലെ കണ്ണൊക്കെ അങ്ങോട്ട് ചുമപ്പിച്ചിട്ട് ആരാ പ്രതിപക്ഷം ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ആ പിണറായി തന്നെ കൊണ്ടുപോക്കോളാം. എടാ, നിങ്ങൾ ഈ കിം ജോങ് ഉന്നിന്റെ മറ്റേ മന്ത്രിസഭ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ അത്? എടാ നിക്കണോ, അവരുടെ മന്ത്രിസഭ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാണണം, കോമഡി എടുത്ത് വെച്ച് നോക്കണം, യൂട്യൂബിലൊക്കെ ഉണ്ട്. കിം ജോങ് അണ്ണൻ എന്തേലും ഒന്ന് പറയുന്നു, എന്നിട്ട് ചുറ്റും നോക്കും. അപ്പൊ എല്ലാരും കൈവെക്കും. ഏതെങ്കിലും ഒരുത്തൻ കൈവെക്കാതിരിക്കുന്നുണ്ടോ എന്നായിരിക്കും അണ്ണൻ നോക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഉടനെ വെടി. അതേപോലെയാണ് നിങ്ങളുടെ PB. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കിം ജോങ് ഉന്നിനെ പോലെ ഇരിക്കുവാട്ടോ. മനവരെ 7 പേര് എതിർത്തു. ആ 7 പേരിലാണ് നമ്മുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതീക്ഷ. അച്ഛൻ ഇറങ്ങി പോകാൻ പറ, തോപ്പിച്ചില്ലേ? ഞാൻ ഇറങ്ങി പോകാനോ? ഞാൻ എന്തിനാ ഇറങ്ങി പോകുന്നത്? പോകാൻ പറ. നിങ്ങൾ പറ, നിങ്ങളുടെ പാർട്ടിയല്ലേ? ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, പത്തനംതിട്ടയിൽ എതിർപ്പുണ്ട്, കോഴിക്കോട് എതിർപ്പുണ്ട്, കൊല്ലത്ത് എതിർപ്പുണ്ട്, ആലപ്പുഴയിൽ എതിർപ്പുണ്ട്. എല്ലാരും പറയാ, ഇനി ബാക്കിയില്ല. ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചത് സ്ത്രീ വോട്ടർമാരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന് ഉറപ്പല്ലേ? അതിലെന്തെങ്കിലും എടാ, നിങ്ങളത് പഠിക്കണമായിരുന്നു. ശൈലജയെ നിങ്ങൾ ഒതുക്കിയപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ കൃത്യമായ പിളർപ്പുണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അന്ന് നിങ്ങൾ തിരുത്തണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തിയില്ല? ആരാ നേതൃത്വം? ഞാൻ പറയട്ടെ, നേതൃത്വം എന്ന് പറയുന്ന ആരാ? പിണറായി. PB എന്ന് പറയുന്നത് ആരാ? പിണറായി. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആരാ? അതും പിണറായി. മാനവരെ, ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. അവര് വേണ്ട രീതിയിൽ സർക്കാരിനെ തിരുത്തിയില്ല. അതുകൊണ്ട് നേതൃത്വം ഉണ്ടെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും പിണറായി വിജയൻ? നിങ്ങൾക്കൊരു മറ്റേ പിൻഗാമി വേണ്ടേ? നിങ്ങൾക്ക് പിൻഗാമി വേണം. എന്തിയേ പിണറായി വിജയൻ മാറി നിൽക്കണം. പക്ഷെ മാറി നിൽക്കുന്നില്ല, അതല്ലേ പ്രശ്നം. അത് പിന്നെ പുള്ളിയുടെ ഡാഷ്മോനെ പ്രയോഗവും പിന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ ദേഷ്യപ്പെട്ടതൊക്കെ പരനാറി, നികൃഷ്ട ജീവി, കുലംകുത്തി, അതൊക്കെ ഞങ്ങൾക്ക് അതിന് ശേഷം ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഡാഷ്മോന് ശേഷമാണ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന്. അയ്യോ, ഡാഷ്മോന് ശേഷമല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ 5 വർഷക്കാലം തൊട്ടേ ഇങ്ങനെ ആൾക്കാർ ചൊറിഞ്ഞു ഇങ്ങനെ വരികയായിരുന്നു ഇങ്ങോട്ട്. കൂട്ടച്ചൊറിച്ചിലേക്ക് എത്തിയപ്പോഴാണ് നിങ്ങൾ മൂലയിലിരുന്നത്. മനസ്സിലായി. ഇവിടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, 35 കസേരയിലേക്ക്. എന്തൊരു നാണം കെട്ട തോൽവിയായി. അയ്യോ, എന്തിയേ ഭർത്താവും ഭാര്യ എന്തേ? അന്നേ ആ കളവനോട് പറഞ്ഞു,
പെണ്ണുപിള്ളക്ക് സീറ്റ് കൊടുക്കരുത്, പെണ്ണുപിള്ളക്ക് സീറ്റ് കൊടുക്കരുത്, പെണ്ണുപിള്ള തോറ്റു പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ അന്നേ പാർട്ടിക്കാർ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു ശ്യാമളെ ഞങ്ങൾ തോപ്പിക്കുമെന്ന്. ഭർത്താവിന് കണക്കിന് കൊടുത്തിട്ടുണ്ട് കമ്മിറ്റികളിൽ. അതായത് പാർട്ടിയെ സംരക്ഷിക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറി, സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടി സെക്രട്ടറി, ഇതും പരാജയത്തിന് കാരണമായി. കളിപ്പറമ്പിൽ എന്തിന് ശ്യാമളെ ഇറക്കി? ഞങ്ങൾ അന്നേ പറഞ്ഞു. CPM എന്ന് പറയുന്നത് ഞാനും അപ്പനും അപ്പന്റെ ഭാര്യ അല്ല അപ്പന്റെ പെങ്ങളും എന്ന് പറഞ്ഞ പോലെ അത് തിരിച്ചടിയായി എന്ന് അംഗങ്ങൾക്ക് പറയുന്നുണ്ട്. ആര് കേൾക്ക, ആരോട് പറയണത്? എന്നിട്ട് വീണ്ടും ഈ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് എന്തിനു വലിഞ്ഞേറിയിരിക്കും? വിമർശനമുണ്ട്, പക്ഷെ കേൾക്കാൻ. ഞാൻ പറയട്ടെ എനിക്ക് പറയാൻ എനിക്ക് രണ്ട് നിമിഷം തരണം കേട്ടോ. അഭിലാഷയെ 10 സെക്കൻഡ് തരൂ. ആ മനുഷ്യന് വയ്യ, എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ല, കൂനിക്കൂടിയാണ്. ഒരു മനുഷ്യന്റെ അസുഖത്തെ നമ്മൾ ആരോഗ്യ പ്രശ്നത്തെ നമ്മൾ കളിയാക്കുകയല്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യൻ, ബുദ്ധിമുട്ടിയാണ് ആ മനുഷ്യൻ നടക്കുന്നത്. ആ നടപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ സ്വയം ഒന്ന് തോന്നണ്ടേ, എനിക്ക് പ്രായാധിക്യത്താലുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാൻ മാറി നിൽക്കണം, എൻ്റെ പ്രസ്ഥാനത്തോട് ഞാൻ നീതി കാണിക്കണം. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ പാർട്ടി തോറ്റു, പക്ഷേ ഞാൻ ഒരു പൊളിച്ചെഴുത്തിന് മുൻകൈ എടുക്കുന്നു. പുതിയൊരാൾ പ്രതിപക്ഷ നേതാവ് ബാലഗോപാലിനെ ഇരുത്താമായിരുന്നല്ലോ. റിയാസിനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിണറായി മരുമോനെ കൊണ്ട് ഇരുത്തിയതാണെന്ന് പറയും. തന്നെയല്ല, അങ്ങനെ പ്രതിപക്ഷ നേതാവ് റിയാസിനെ ആക്കേണ്ട കാര്യമില്ല. ഇതിലും എത്രയോ നല്ല കഴിവുള്ള ആൾക്കാർ CPM-ലുണ്ട്. ബാലഗോപാൽ നിസ്സാരക്കാരനാണോ? അല്ല. അതുപോലെ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കൊണ്ടുവരായിരുന്നല്ലോ. ഞങ്ങൾക്ക് പൊതുനിരയെ വേണം, യുവാക്കളുടെ നേതൃത്വത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പാർട്ടി അണികൾ അത് ആവശ്യപ്പെടുന്നുണ്ട്. തന്നെയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മുൻ മുഖ്യമന്ത്രി പിണറായി, 10 വർഷം നിങ്ങൾക്ക് ഇത് ശീലം ഉണ്ടായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് അത് കരച്ചിലല്ലേ? പിണറായിക്ക് തന്നെ ഇത് കേൾക്കാൻ എങ്ങോട്ട് കരച്ചിൽ വരിക? മുൻ മുഖ്യമന്ത്രി. അയ്യോ, അവർക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതുപോലല്ല പിണറായിക്ക്. അയ്യോ, പിണറായിക്കുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, കേരളത്തിൽ അധികാരം ഭ്രമിപ്പിച്ച 2 ആൾക്കാരേ ഉള്ളൂ. അധികാരം വല്ലാതെ അവരെ അങ്ങ് ഭ്രമിപ്പിച്ചു. അങ്ങനെ 2 നേതാക്കളെ കേരള രാഷ്ട്രീയത്തിലുള്ളൂ. ഒന്ന് K. കരുണാകരൻ, ഒന്ന് പിണറായി വിജയൻ. അത് നമ്മൾ സമ്മതിക്കുന്നു. അത് പറഞ്ഞു, ഈ 2 വ്യക്തികളെ അധികാരം വല്ലാതെ അവരെ ഭ്രമിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഇറങ്ങിപ്പോകാൻ താല്പര്യമില്ലാതെ. പക്ഷെ കരുണാകരനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, വിവാദം വന്ന അന്നേരം തന്നെ ഇട്ടിട്ട് പോവായിരുന്നു. ഇത് ഒരു നാണവും മാനവും ഇല്ലാതെ അങ്ങ് കിടക്കാന്ന്. പാർട്ടിക്കാർ വരെ ഇറങ്ങിപ്പോകാൻ, തിരിച്ചു പോകൂ, ഒന്ന് പോകൂ, തൈക്കണ്ടിയിലേക്ക് പോകൂ. എന്ത് പാഷൻ? ആ ഒരു ഭരണത്തോടുള്ള പാഷൻ. അയ്യോ, പാഷൻ അല്ല, അധികാരമില്ലാതെ ഇരിക്കാൻ ആ മനുഷ്യന് കഴിവില്ല. മനസ്സിലായില്ലേ? തന്നെയല്ല, പ്രശ്നങ്ങളുണ്ട്. അല്ലല്ല, പാഷൻ അല്ല. ഇതെന്തോന്നറിയാം, നാണക്കേടിന്റെ വക്കിലായതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞാൻ പറയാം. ഒന്ന്, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ ഓർക്കണം, മുഖ്യമന്ത്രി ആരാ? VD സതീശനാ. VD സതീശനെ പേടിച്ച് പിണറായി ഓടി എന്നുള്ള വ്യാഖ്യാനം വരും. ഒന്നത്. 2, അതായത് പാർട്ടിക്കാർ ചവിട്ടി മെതിച്ച് മൂലയിലിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കസേര പിണറായിക്ക് കൊടുത്തില്ല, പാർട്ടിക്കാർ തന്നെ ചവിട്ടി ഒതുക്കി എന്നുള്ള വ്യാഖ്യാനം വരും. 2, മറ്റൊന്ന്, പോലീസ് വാഹനം അകമ്പടി ഇല്ലാതെ പിണറായിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലാകുമ്പോൾ അകമ്പടി കിട്ടും. അത് 3. മൊത്തത്തിൽ ഇതൊക്കെയാണ് പിണറായിയെ വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങൾ. മാത്രമല്ല, ഇനി ഒരു അധികാര കസേരയിലേക്ക് വരാം എന്ന് അദ്ദേഹത്തിന് ഒട്ടും ഉറപ്പില്ല. ഇപ്പം തന്നെ 81 വയസ്സുണ്ട്. ആ ഇരിക്കുന്ന മനുഷ്യൻ ഇനി അധികാരത്തിലേക്ക് വരാൻ തനിക്ക് കഴിയില്ല എന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാണം കെട്ട ഇറങ്ങിപ്പോക്ക് തനിക്ക് പറ്റൂല. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കഴിയാവുന്നത്ര ഇങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് വെള്ള പൂശി എടുക്കുക, എന്നിട്ട് കുറച്ചൊരു ജനകീയത കിട്ടുമ്പോഴത്തേക്ക് പതിയെ ഉൾവലിയുക. ഇതാണ് പിണറായിയുടെ ഒരു ലൈൻ, ഇതാണ് കണക്ക് കൂട്ടൽ. അയ്യോ, അല്ല, പിണറായിയുടെ പോക്ക് നമുക്കറിയാമല്ലോ. അതാണ് പ്രശ്നം. പ്രധാനമായും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ VD സതീശൻ ഇരുന്നപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി. പിണറായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരണം. എപ്പോഴേ എന്നാലേ മറ്റേ തുല്യമാകുകയുള്ളൂ. വേറെ ആരെങ്കിലും വന്ന് തന്നെയല്ല, ഈ നിയമസഭയിൽ വെറും ഒരു MLA ആയിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരിക്കാൻ പിണറായി തയ്യാറാകുമോ? AKG സെന്ററിൽ അവിടെ പുക പോലും ഇല്ല. എവിടെ കനലൊരു തരികൾ? എവിടെ
സോറി AKG നിന്ന് കണ്ണിലൊരു തരികൾ കെട്ടു അടിയും ബഹളവും ഒക്കെ കേൾക്കുന്നു. എന്താ അവിടെ? അതെ അവരുടെ അടി ഞാൻ പറയട്ടെ അവരുടെ അടി അടിച്ച് പുറത്തേക്ക് ഇങ്ങി വരും, തെരുവിലേക്കായിരിക്കും ആ യുദ്ധം. നിങ്ങളുടെ അങ്ങനല്ല, അകത്ത് കിടന്ന് AKG സെന്റർ അടച്ചിട്ടിട്ടാണല്ലോ അടിയും പിടിയും. VD സതീശന് മറ്റേ കറുത്ത കാർ വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ലേ? ആ കാറും കൊണ്ട് തരാം ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ. അയ്യോ അതന്നെ വിശ്വാസമില്ല. പക്ഷെ ഏതോ ഒരു ജോത്സ്യൻ പറഞ്ഞു വെളുപ്പ് മാറ്റി കറുപ്പാക്കണം, ഉടനെ കറുത്ത കാറ്. പിന്നെ പശുവിനെ മറ്റേ തൊഴുത്ത്. ആശ അന്ന് പറഞ്ഞില്ലേ വാടക വീടെടുത്ത് തിരുവനന്തപുരത്ത് കിടക്കുന്നത് പ്രതിപക്ഷ നേതാവാകാനാണെന്ന്? ഞാൻ അപ്പോഴേ എനിക്കറിയാലോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാലോ പിണറായിയെ. എന്നാ ഞങ്ങളുടെ പിണറായിയുടെ ഭാവി പ്രവചിക്ക്. ഇനി ഭാവി ഇല്ല, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാവിയോ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഞങ്ങൾക്ക് നേതൃനിര, പുതിയ നേതൃനിര വേണം. ഞങ്ങൾ അണികൾ അസ്വസ്ഥരാണ്. ഞങ്ങൾക്ക് യുവ നേതൃനിര വേണം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ കസേര തീരുമാനിച്ചു, ഈ പാർട്ടി സെക്രട്ടറി മാറ്റുന്നില്ലേ? മാറ്റും. പാർട്ടി സെക്രട്ടറി അതെ പാർട്ടി സെക്രട്ടറിയെ മാറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഗോവിന്ദനെ മാറ്റിയിട്ട് ശ്യാമളയാക്കും. ഞങ്ങളുടെ അണികൾക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിവിടെ നടക്കില്ല. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പറയാനോടോ അങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ. എല്ലാ കമ്മിറ്റിയിലും ഞങ്ങൾ അംഗങ്ങൾ. കമ്മിറ്റി മാത്രം പറഞ്ഞാൽ പോരാ, അവിടെയാണ് നമ്മൾ കോൺഗ്രസിനെ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ കോൺഗ്രസിനെ കാണേണ്ടത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? VD സതീശൻ കരഞ്ഞു, മുഖ്യമന്ത്രി കസേര കിട്ടി. അതുകൊണ്ട് നിങ്ങൾ കരയൂ. ആഭ്യന്തര മന്ത്രി കസേര കിട്ടിയില്ലേ? എങ്ങനെ കിട്ടി? കരഞ്ഞ് നിലവിളിച്ച് കിട്ടി. അതാ പറഞ്ഞത് കിട്ടി. എല്ലാവരും കൂട്ടത്തോടെ നിർത്തു. നിങ്ങൾ അകത്തിരുന്ന് മൂക്കൊലിപ്പിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു? ഞങ്ങൾ അകത്തിരുന്നല്ലേ ചൊല്ലു. ഇത് അതാ പറഞ്ഞത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പറയണം. ഞങ്ങൾ എന്താ പിണറായിനെ മാറ്റാൻ പറയണം. പണ്ട് നിങ്ങൾ ഓർക്കണം, പണ്ട് ഇവിടെ VS-നെ തടഞ്ഞപ്പോ VS-ന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ പാർട്ടിക്കാരുണ്ട്, ഇവിടെ ജനങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ തമ്മിൽ തല്ലാൻ നിനക്കണ്ട് രസിക്കണോ? അല്ലേ? തമ്മിൽ തല്ലുന്ന എന്തിനാ? പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ വഴിയുള്ളൂ. അതിന് ഞങ്ങൾക്ക് തെരുവിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ലാതെ നന്നായിട്ട് അറിയാം. അല്ലാതെ നിങ്ങൾ എങ്ങനെ തിരിച്ചു പിടിക്കും? നിർത്ത്. അല്ലാതെ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് എങ്ങനെ പിണറായി ഇറക്കി? അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, പാർട്ടിയെ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ആരാ? പിണറായി. അത് സാരമില്ല. മറ്റേ PB-യിൽ എല്ലാവരുടെയും വായടപ്പിച്ച് അധികാരം മേടിച്ചത് ആരാ? നോക്കൂ, അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിലേറിയിരിക്കും. ഇത് അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നേതൃനിര വരും, പുതിയ നേതൃനിര വരും. പുതിയ 7 പേരില്ലേ പിണറായിക്കെതിരെ സംസാരിച്ച 7 പേരില്ലേ, അവരിലാണ് പാർട്ടിയുടെ പ്രതീക്ഷ. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? പിണറായിക്കെതിരെ ഇപ്പോഴും ഇവർക്ക് ശബ്ദം ഉയർത്താൻ ഭയമാണ്. ഭയമോ? പിന്നെ ബഹുമാനം. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ കുളം തോണ്ടുന്നത് ആരാണേലും വലിച്ചു പുറത്തുവിടണോടോ? കൂട്ടായ മന്ത്രിമാരെ പ്രവർത്തനം ശരിയല്ല. വീണ ജോർജ് അവരുടെ പ്രവർത്തനം. അപ്പൊ പിണറായിയുടെയോ? ആ പ്രവർത്തനം മികച്ചതായിരുന്നു. വീശിമുട്ടിയുടെ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി. വീണ ജോർജിനെ ഇരുത്തിക്കൊണ്ട് പാർട്ടി പറഞ്ഞല്ലോ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞല്ലോ, മന്ത്രിമാരെ അവർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പത്തനംതിട്ട പാർട്ടിയിൽ എത്ര പേര് പറഞ്ഞായിരുന്നു? എന്തുകൊണ്ട് കേട്ടില്ല പിണറായി വിജയൻ? എന്താണെന്നറിയാം, സഭയെ സുഖിപ്പിക്കണം. അപ്പം ആ സഭയുടെ വോട്ട് കിട്ടുമെന്നാ വിചാരിച്ചത്. സഭക്കാരും തേച്ചൊട്ടിച്ച് ദാണ്ട കണ്ടേക്കുന്നു. ഞങ്ങളുടെ പാർട്ടി മുന്നണി വിശദമായി പഠിച്ചിട്ട് അല്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആട്ടപ്പടലം തേഞ്ഞപ്പോൾ പഠിക്കുവാന്ന് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തേഞ്ഞൊട്ടിയപ്പോൾ വീണ്ടും പഠിക്കുവാന്ന് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേഞ്ഞൊട്ടി മൂക്കും കുത്തി നിലത്ത് വീണ് ഇപ്പോൾ വീണ്ടും ഇവർ പഠിക്കുവാന്ന് പറയുന്നു. നിങ്ങൾ പഠിച്ചത് പരീക്ഷ വല്ലതും എഴുതാൻ പോകുന്നുണ്ടോ? ഞങ്ങളുടെ കൊച്ചു പിള്ളേർ വളർന്നു കൊടുത്തേ നാളത്തെ സഖാക്കന്മാർ അവർ വന്നിട്ട് വല്ല നോക്കായി. അപ്പോഴത്തേക്ക് ഇത് ത്രിപുരയിലെയും ബംഗാളിലെയും അവസ്ഥയാകും. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ളപ്പോ സമ്മതിക്കില്ല. ആ 7 പേർ പിണറായി കൊക്ക ഏതാണെന്നറിയാവോ? അതാണ് പിണറായി. മനസ്സിലായി. വിഷയത്തിനെതിരെയും പ്രതിഷേധം. സമയത്തിന് മിണ്ടുന്നില്ല, സമയത്തിന് പ്രതിഷേധം ഇതിൽ ഇടപെടുന്നില്ല. അല്ല, CPI-യുടെ ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? അയ്യോ, അവര് തീരുമാനിക്കും. CPM-ന്റെ എല്ലാവർക്കും വന്ന് തലയിടാം. CPI-യിലോട്ട് നമ്മൾ തലയിടാൻ പാടില്ലല്ലേ? മുഖ്യമന്ത്രി ആയിരുന്നത് ബിനോയ് വിശ്വമായിരുന്നു. ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ CPI സംസ്ഥാന. അയ്യോ, അത് കാനം രാജേന്ദ്രൻ ഇരുന്നപ്പോഴും പിണറായിക്കെതിരെ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? ഭീഷണി. പിന്നെ തായ്ക്കണ്ടിയിലെ കിം ജോങ് ഉന്നിന്റെ ഭീഷണിയാങ്ങ്. CPI സംസ്ഥാന സെക്രട്ടറിയും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. ഒരു തിരുത്തൽ നടപടികളിലേക്ക് സർക്കാരെ നയിച്ചിട്ടില്ല. ചുമ്മാ വല്ലപ്പോഴും ഒരു സംഭവം ഉണ്ടാവും, ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം പറയും. അതിന്റെ വല്ല കാര്യമുണ്ടോ? അതാണ് ഇപ്പൊ നിങ്ങൾ തോറ്റതിന്റെ കാരണം. അതൊരു കാരണമാണ്, അല്ലാതെ പിണറായി കാരണം. ഞങ്ങളെ തിരുത്തണമായിരുന്നു, സർക്കാരിനെ തിരുത്തണമായിരുന്നു.
പിന്നെ നിങ്ങൾ എന്തിനാ നേതൃത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്? സർക്കാരിനെ തിരുത്തണമായിരുന്നു. അപ്പോഴൊന്നും മിണ്ടിയില്ല. ഇപ്പൊ എല്ലാവർക്കും വായുണ്ടല്ലോ, നാക്കുണ്ടല്ലോ പിണറായിക്കെതിരെ സംസാരിക്കാൻ. അന്ന് എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാം കൊണ്ട് തോപ്പിച്ചു വിട്ടിട്ട് ലാസ്റ്റ് എടി ഇവർക്ക് ഭ്രാന്തായതാണോ നമുക്ക് ഭ്രാന്തായതാണോ? എങ്ങനെ നോക്കിയാലും പിണറായിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രതിപക്ഷം കസേരയിലാണെന്നാണ് തോന്നുന്നത്. ഒലക്കയുടെ മൂട്. ഒലക്കയുടെ മൂട്.